കഴിഞ്ഞ ഏറെ നാളായി യാത്രക്കാരെ വലച്ച ദുരിതത്തിന് ഇന്ന് ഹൈക്കോടതി ഇടപെട്ട് തടയിട്ടിരിക്കുകയാണ്. പാലിയക്കരയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. ദേശീയപാത അതോറിറ്റിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച കോടതി പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് ദേശീയപാതയിൽ ജനങ്ങളെ വലച്ച വൻ ഗതാഗത കുരുക്കിലാണ് ഈ നിർണായകമായ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത യാത്രാ ദുരിതമായിരുന്നു മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അനുഭവപ്പെട്ടിരുന്നത്. അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിൽ കുരുങ്ങിയത് സാധാരണ യാത്രക്കാരായിരുന്നു. വിലപ്പെട്ട സമയം അതായിരുന്നു ഏവർക്കും നഷ്ടമായിക്കൊണ്ടിരുന്നത്. വലിയ പ്രതിഷേധത്തിനും നിയമപോരാട്ടത്തിനും ഒടുവിലാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്താനുള്ള ഹൈക്കോടതി ഉത്തരവ്. പുതുക്കാട്, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര തുടങ്ങിയ 5 ഇടങ്ങളിൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. പലകുറി ഹൈക്കോടതി ഉൾപ്പെടെ വടിയെടുത്തു, സമയം അനുവദിച്ചു, പ്രശ്നപരിഹാരമായില്ല. ഇതോടെയാണ് 4 ആഴ്ച ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കോടതി കടന്നത്. ഹൈക്കോടതി വിധി ജനങ്ങളുടെ വിജയമെന്ന് ഹർജിക്കാരൻ ഷാജി കോടൻ കണ്ടെത്ത്. ഒരുപാട് അഭിഭാഷകരിന് വേണ്ടി നിന്നുണ്ട്, പലരും നിന്നത് ഇവർക്കൊക്കെയുള്ള വിജയമാണ്. ഇത് ജനങ്ങളുടെ വിജയമാണ്. എനിക്ക് വേണ്ടി കേസ് നടത്തിയ അഡ്വക്കേറ്റ് ഗംഗേഷ് അടക്കം പല അഭിഭാഷകരും ഇതിനു വേണ്ടി സജീവമായി നിന്നിട്ടുണ്ട്. ഇവരെല്ലാവരും വിജയമാണ്. കോടതി സാധാരണക്കാരെ കൂടെയാണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിധി. 4 ആഴ്ചയ്ക്ക് ഇവിടെ ടോളില്ലാതെ സാധാരണക്കാരന് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കണവരെ അവർക്ക് യാത്ര ചെയ്യണം, അവർക്ക് സമാധാനമായി യാത്ര ചെയ്യണം, കാശ് കൊടുക്കാതെ യാത്ര ചെയ്യണം. അത് തന്നെയാണ് ഈ വിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞില്ലെന്നും പറഞ്ഞ നടപടികൾ സ്വീകരിക്കാതെ ടോൾ പിരിവ് തുടർന്നെന്നും കോടതി വിമർശിച്ചു. കേരളത്തിന് കുറുകെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ പെട്ട് കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഗതാഗത കുരുക്കിൽ പെടുന്നതിന് അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അത് നീതീകരിക്കാവുന്നതല്ല. ആ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിനോട് വളരെ സന്തോഷമുണ്ട്. ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന, ടോളിലൂടെ കടന്നു പോകുന്ന ഈ പ്രദേശവാസികളാണെങ്കിൽ തന്നെ ഒരു ആശുപത്രിക്ക്, കോളേജിലേക്ക്, ജോലിക്ക് എന്ന് വേണ്ട എന്താവശ്യത്തിന് പോവുകയാണെങ്കിൽ പൈസ കൊടുത്ത് 15 മിനിറ്റോളം ഇവിടെ കിടന്ന് വേണം ഈ ടോൾ മറികടന്ന് പോകാൻ. അത് തന്നെയാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ വേദന. ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ ടോൾ പിരിവ് നിർത്തി. നടപടിയിൽ യാത്രക്കാർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശപ്രകാരം ടോൾ കൊടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇതിൻ്റെ നിയമപ്രകാരം ഞാനതിനെപ്പറ്റി അന്വേഷിച്ചു, ഒരു സിഗ്നൽ പോലും പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സാധാരണ പൗരൻ്റെയും സമയം വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളത് ഹൈക്കോടതിയാണ് മനസ്സിലാക്കിയത്. ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതിയുടെ നീക്കത്തെ അതീവ സന്തോഷത്തോടെയാണ് യാത്രക്കാരും പൊതുജനങ്ങളും നോക്കിക്കാണുന്നത്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. ആളുകൾ സന്തോഷത്തോടെയും ആശ്വാസത്തോടെയുമാണ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ നോക്കിക്കാണുന്നത്. കാരണം ടോൾ പിരിവ് പിരിക്കുകയും അതേസമയം തന്നെ അവിടെ ഗതാഗത കുരുക്കിൽ വലയുകയും ചെയ്യുന്ന ആളുകളുടെ സമയനഷ്ടത്തെക്കുറിച്ചാണ് കോടതി സംസാരിച്ചത്. അതുകൊണ്ട് ആദ്യം നല്ല നിരത്തുകൾ ഉണ്ടാകട്ടെ, അതിനുശേഷം ടോൾ പിരിക്കാം എന്ന കോടതിയുടെ നിലപാടും സമീപനവും സ്വാഗതാർഹമാണ്. ടോൾ പിരിവ് തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെച്ചതോടെ ആശ്വാസത്തിലായിരിക്കുകയാണ് ജനങ്ങൾ. അവരുടെ പ്രതികരണങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആമ്പല്ലൂര്, പേരാമ്പ്ര, പൊങ്ങം, മുരിങ്ങൂര് ഇവിടുത്തെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊടകരയിലെ ഏകലവ്യ കലാകായിക സമിതിയായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ആംബുലൻസ് സർവീസ് ഉണ്ട്. നിരന്തരം ഞങ്ങളുടെ ആംബുലൻസ് ഇതിലേ പോകുമ്പോൾ ഗതാഗത കുരുക്കിൽ പെട്ട് നാളൊരു രോഗിയടക്കം ഈ കുരുക്കിൽ പെട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന് ഇതായിട്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസിന് പോയത്. അതിൻ്റെ ഒരു വിധിയാണെന്ന് വന്നിരിക്കുന്നത്. നല്ല കാര്യമാണ്, വണ്ടികൾക്ക് വേഗം പോവാലോ, സന്തോഷമായ കാരണം വെറുതെ നല്ല കാര്യമാണത്. ഞങ്ങൾക്കിപ്പോൾ എറണാകുളത്തു നിന്ന് വരിക, ചില ദിവസങ്ങളിൽ മണിക്കൂർ കണക്കിന് ബ്ലോക്ക് വിട്ടിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇവിടെ ടോളും കൊടുക്കണം, റോഡും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ലോങ്ങിൽ നിന്ന് വരവൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ 2 ആഴ്ചക്ക് അങ്ങോട്ടല്ലേ പറഞ്ഞ 4 ആഴ്ച, അത് കഴിഞ്ഞ് റോഡ് പണി കഴിയാന്ന് വെച്ചാൽ പിന്നെ കുഴപ്പമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി 4 ആഴ്ചയെങ്കിൽ 4 ആഴ്ച ആണെങ്കിലും ഒരു അനുകൂലമായ വിധി ഉണ്ടായിരിക്കുകയാണ്. അത് ഇവിടുത്തെ പൊതുവെ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഞങ്ങളും ഈ വിധിയെ ഏറെ സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്യും.